എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് EVS നോക്കാം. ഒന്നാമത്തെ ചാപ്റ്റർ. എന്താണ് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര്? ഗ്രീൻ എർത്ത്. ഗ്രീൻ എർത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഹരിത ഭൂമി. ഈ ഫസ്റ്റ് പേജിൽ കുറച്ച് കുട്ടികൾ ഡാൻസ് ഒക്കെ ചെയ്ത് കളിക്കുന്നുണ്ട്, പാട്ടൊക്കെ പാടി. അപ്പോൾ ഈ പാട്ട് നിങ്ങൾ തന്നെ പാടി നോക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പേജ് നമ്പർ 8. Did you see the children who are singing and dancing? Shall we play this game? Which plants were you able to touch when you played? Which other plants do you know? Write them in your environment science diary. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഈ പാട്ടുപാടി കളിക്കുന്ന ഈ കുട്ടികളെയൊക്കെ കണ്ടില്ലേ? ഇനി നമുക്കും ഈ കളി കളിക്കാം. പിന്നെ നിങ്ങൾക്ക് കളിച്ചപ്പോൾ ഈ ഏതെല്ലാം സസ്യങ്ങളെ തൊടാനുള്ള അവസരം ലഭിച്ചു, പിന്നെയോ ഇതുപോലെ ഏതൊക്കെ സസ്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതി വെക്കണം. അപ്പോൾ ഏതൊക്കെ സസ്യങ്ങളെ തൊടാനാണ് നിങ്ങൾക്ക് അവസരം ലഭിച്ചത്? വിച്ച് പ്ലാന്റ്സ് വെർ യു ഏബിൾ ടു ടച്ച് വെൻ യു പ്ലേഡ്? കുറച്ച് പ്ലാന്റ്സിൻ്റെയും ട്രീസിൻ്റെയും ഒക്കെ പേര് നിങ്ങൾ എഴുതി വെക്കുക. റോസ്, ജാസ്മിൻ, ഹിബിസ്കസ്, കോക്കനട്ട്, ജാക്ക് ഫ്രൂട്ട്, അങ്ങനെ കുറച്ച് ചെടികളുടെയും സസ്യങ്ങളുടെയും പേരുകൾ എഴുതി വയ്ക്കുക. പിന്നെയോ ഇതുപോലെയുള്ള ഏതൊക്കെ സസ്യങ്ങളെ നിങ്ങൾക്കറിയാം, അങ്ങനെ അറിയാവുന്ന സസ്യങ്ങളുടെ പേരുകളും എഴുതി വെക്കണം. പിന്നെ എന്താണ്? ഇതെല്ലാം എൻവയോൺമെൻറ്റ് സയൻസ് ഡയറിയിൽ, അതായത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ, ശാസ്ത്ര പുസ്തകത്തിൽ എഴുതി വെക്കണം. പിന്നെ എന്താണ് അടുത്തത്? വിച്ച് പാർട്സ്? ഏതെല്ലാം ഭാഗങ്ങൾ? സൈറ ഈസ് ഡ്രോയിങ് ദി പിക്ചർ ഓഫ് എ പ്ലാന്റ്. വാട്ട് ആർ ദി അതർ പാർട്സ് ടു ആഡ് ഇൻ ദി പിക്ചർ? കംപ്ലീറ്റ് ദി പിക്ചർ ആൻഡ് റൈറ്റ് ദി പാർട്സ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സൈറ എന്ന് പറഞ്ഞൊരു കുട്ടി ഒരു ചെടിയുടെ ചിത്രം വരയ്ക്കുകയാണ്. അപ്പോൾ ഇനി ചിത്രത്തിൽ ഇനിയും കുറച്ച് ഭാഗങ്ങളൊക്കെ വരച്ച് ചേർക്കാനുണ്ട്. ഈ ചിത്രം നിങ്ങൾ പൂർത്തിയാക്കണം. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് അതിൽ വേണ്ടതെന്ന് എഴുതി ചേർക്കണം. ഏതൊക്കെ ഭാഗങ്ങളാണ്? റൂട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയോ ലീഫ്, ഫ്ലവർ, ഇത് രണ്ടും നിങ്ങൾ എഴുതി വയ്ക്കുക. അടുത്തത് ലെറ്റ് us classify. Do you think all the plants you see are similar? What are the differences? അതായത് നമുക്ക് തരംതിരിക്കാം, ക്ലാസിഫൈ ചെയ്യാം. അതായത് നിങ്ങൾക്കറിയാവുന്ന എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ? എന്തെല്ലാമാണ് ഡിഫറൻസസ് ഉള്ളത്, വ്യത്യാസങ്ങളുള്ളത്? ഏതൊക്കെയാണ് പറയാം. സൈസിൽ വ്യത്യാസമുണ്ട് അല്ലേ? എന്ന് വെച്ചാൽ വലിപ്പം. പിന്നെയോ ഷേപ്പ്, ലീഫ്, ഫ്ലവർ, കളർ, ഇതിലെല്ലാം വ്യത്യാസമുണ്ട്. ആകൃതിയിൽ വ്യത്യാസമുണ്ട്, പിന്നെ ഇലയിൽ വ്യത്യാസമുണ്ട്, പിന്നെ പൂക്കളിൽ വ്യത്യാസമുണ്ട്, പിന്നെയോ നിറങ്ങളിൽ വ്യത്യാസം ഉണ്ട്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. പേജ് നമ്പർ 9. വിച്ച് പ്ലാന്റ്സ് ഡു യു സീ ഇൻ ദി പിക്ചർ? വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ദർ സ്റ്റെം? വാട്ട് ആർ ദി ഡിഫറൻസസ് ഇൻ ദർ സൈസ്? ഹൗ ലോങ് വിൽ ദേ ലീവ്? മാർക്ക് യുവർ ഒബ്സർവേഷൻസ് വിത്ത് എ ടിക്ക് ഇൻ ദി ടേബിൾ. Observe the plants in the school biodiversity garden and complete the table given. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചിത്രത്തിൽ ഏതെല്ലാം സസ്യങ്ങളാണ് കാണുന്നത് അവയുടെ പേരെല്ലാം എഴുതി വയ്ക്കുക. പിന്നെയോ ഈ ചിത്രത്തിലെ തണ്ടുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഈ സ്റ്റെമ്മിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? പിന്നെയോ വലിപ്പത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്? ഇവ എത്ര കാലം നിലനിൽക്കുന്നു? ഇതൊക്കെ നിങ്ങൾ എഴുതി വെക്കണം. അപ്പോൾ ഏതൊക്കെ സസ്യങ്ങളാണ്? ഒരുപാട് സസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ചെത്തി, പിന്നെയോ ചെമ്പരത്തി, ഹിബിസ്കസ്, ചീര, സ്പിനാച്ച്, പിന്നെ എന്താണ്? ആൽമരം, ബെന്യൻ ട്രീ, പിന്നെ പാടി, നെല്ല്, പിന്നെ കോക്കനട്ട്, റോസ്, മാംഗോ ട്രീ, പിന്നെ എന്താണ്? തൊട്ടാവാടി. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ പേരുകളെല്ലാം എഴുതി വയ്ക്കുക. ഇനി ഇവ എന്തൊക്കെ രീതിയിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഈ തണ്ടുകൾ സ്റ്റെം എന്ന് പറയുമ്പോൾ ചിലത് തിൻ സ്റ്റെം ആയിരിക്കും, എന്ന് വെച്ചാൽ മെലിഞ്ഞത്. പിന്നെയോ ചിലത് എങ്ങനെയാണ്?
തിക്കായിരിക്കും. തിക്ക് സ്റ്റെം എന്ന് വെച്ചാൽ വണ്ണം കൂടിയതായിരിക്കും. പിന്നെ ചില സ്റ്റെം എങ്ങനെയാണ്? സോഫ്റ്റ് ആയിരിക്കും, ചിലത് ഹാർഡായിരിക്കും അല്ലേ? ചിലത് മൃദുവായിരിക്കും, ചിലത് ഹാർഡായിരിക്കും. പിന്നെ എന്താണ് ചോദ്യം? ഇനി നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എല്ലാം ടിക്ക് ചെയ്യണം. നിങ്ങളുടെ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിലെ ചെടികളൊക്കെ നിരീക്ഷിച്ച് നിങ്ങൾ ഈ പട്ടിക പൂർത്തിയാക്കണം. പിന്നെ എന്താണുള്ളത്? അപ്പോൾ നമുക്കിതൊന്ന് ഫില്ല് ചെയ്യാം, പൂരിപ്പിക്കാം. നെയിം ഓഫ് ദി പ്ലാന്റ്, സ്റ്റെം, സൈസ്, ഹൗ ലോങ് വിൽ ഇറ്റ് ലീവ്. ഇത്രയുമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആദ്യം നമ്മൾ പ്ലാന്റിൻ്റെ പേര് എഴുതണം, സസ്യങ്ങളുടെ പേര്. പിന്നെയോ സ്റ്റെം, തണ്ടിൻ്റെ പ്രത്യേകതകൾ. പിന്നെയോ സൈസ്, വലിപ്പം, അതിൻ്റെ പ്രത്യേകതകൾ. പിന്നെ അത് എത്ര നാൾ നിലനിൽക്കുന്നു, ഹൗ ലോങ് വിൽ ഇറ്റ് ലീവ്, അതും എഴുതണം. ടിക്ക് ചെയ്താൽ മതി. ആദ്യം എന്താ കൊടുത്തിരിക്കുന്നത്? സ്പിനാച്ച്. പിന്നെയോ ഹിബിസ്കസ്, മാംഗോ ട്രീ. ഇത്രയും കൊടുത്തിട്ടുണ്ട്. കുറച്ച് നമുക്ക് ഫിൽ ചെയ്യാം. പാടി, കോക്കനട്ട്, ബനിയൻ ട്രീ, റോസ്, തൊട്ടാവാടി. ഇത്രയും നമുക്ക് ഫിൽ ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റെമ്മിൻ്റെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്? സ്പിനാച്ച്. പിന്നെയോ പാടി. പിന്നെ ഏതാണ് ഹാർഡായിട്ടിരിക്കുന്നതോ? അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കിയാലോ. എന്താണ് അടുത്ത പേജിലുള്ളത്? വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദി ടേബിൾ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പട്ടികയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായതെന്നാണ്. പിന്നെയോ ഇനി പേജ് നമ്പർ 10 ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോക്സിനകത്തുള്ളത് നമ്മൾ പൂരിപ്പിക്കണം. വായിക്കാം. I and my friends are herbs. Can you write down our features? ഒരു ചീര, സ്പിനാച്ച് പറയുകയാണ്, എന്നെയും എൻ്റെ കൂട്ടുകാരെയും ഔഷധികൾ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ. ഒരു പ്രത്യേകത എന്താണ്? സ്റ്റെം ഈസ് സോഫ്റ്റ്. സ്റ്റെം എന്ന് പറയുന്നത്, തണ്ടെന്ന് പറയുന്നത് മൃദുവാണ്. പിന്നെയോ പിന്നെ നമുക്ക് എഴുതണം. എന്തെഴുതാം? നോ ഡീപ്പ് റൂട്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? ആഴത്തിൽ വേരോട്ടമില്ല. ഈ ചീരയുടെ വേരുകൾ ഒത്തിരി ആഴത്തിലേക്ക്, മണ്ണിൻ്റെ ആഴത്തിലേക്ക് പോവില്ല. അപ്പോൾ നോ ഡീപ്പ് റൂട്ട്സ്. പിന്നെ എന്തെഴുതാം? എ ഗ്രൂപ്പ് ഓഫ് സ്മോൾ പ്ലാന്റ്സ്. അതായത് ഇതെല്ലാം ഒരു സ്മോൾ ഗ്രൂപ്പിലാണ്, അതായത് ചെറിയ സസ്യങ്ങളുടെ കൂട്ടത്തിലാണ് ഈ ചീരയെ പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഒരെണ്ണം പുസ്തകത്തിൽ എഴുതിയാൽ മതി. നെക്സ്റ്റ്, ഡു യു നോ ആസ് വി ഗ്രോ വെരി ടോൾ വി ആർ ട്രീസ്. പ്ലീസ് റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്. പിന്നെ മാംഗോ ട്രീ എന്താ പറയുന്നത്? വളരെ ഉയരത്തിൽ വളരുന്ന ഞങ്ങളെ അറിയില്ലേ, ഞങ്ങളാണ് മരങ്ങൾ, ഞങ്ങളുടെ പ്രത്യേകതകൾ കൂടി എഴുതൂ. എന്താ ഒരെണ്ണം? വെരി ഹാർഡ് സ്റ്റെം എന്ന് വെച്ചാൽ വളരെ കാഠിന്യമുള്ള തണ്ട്. പിന്നെന്താ? രണ്ടെണ്ണം നമുക്ക് എഴുതാം. ഗ്രൂപ്പ്, അതായത് ഗ്രോസ് വെരി ടോൾ എന്ന് വെച്ചാൽ എന്താണ്? വളരെ ഉയരത്തിൽ വളരുന്നു. ഗ്രോസ് വെരി ടോൾ. പിന്നെയോ ലോങ് ലാസ്റ്റിംഗ്, അതായത് കുറേ നാള് ഈ സസ്യം നിലനിൽക്കും. പുസ്തകത്തിൽ ഒരു പോയിന്റ് എഴുതിയാൽ മതി. അപ്പോൾ ഗ്രോസ് വെരി ടോൾ, വളരെ ഉയരത്തിൽ വളരുന്നു എന്ന് എഴുതി വയ്ക്കാം. അടുത്തതോ ഹിബിസ്കസ് എന്താണ് പറയുന്നത്? ചെമ്പരത്തി. ദോ വി ആർ സ്മോൾ അവർ സ്റ്റെംസ് ആർ പ്രെറ്റി ഹാഡ് വി ആർ കോൾഡ് ഷ്രബ്സ്. റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്. ഇവരുടെ പ്രത്യേകതകൾ എഴുതി വയ്ക്കാം. എന്താണ്? ഹാർഡ് സ്റ്റെം. ഹാർഡ് സ്റ്റെം എന്ന് വെച്ചാൽ കട്ടിയുള്ള തണ്ട്. പിന്നെയോ ഒരെണ്ണം കൂടി നമുക്ക് എഴുതി വയ്ക്കാം. നോട്ട് ഗ്രോയിങ് വെരി ടോൾ. ഇവ വളരെ ഉയരത്തിൽ വളരില്ല. പിന്നെയോ മീഡിയം സൈസഡ് പ്ലാന്റ്. ഇതൊരു ഇടത്തരം സസ്യമാണ്, അതായത് ഒരുപാട് ഹൈറ്റ് വെക്കില്ല, ഉയരം വെക്കില്ല. അടുത്ത പേജ് എന്താണ്? അടുത്ത പേജിൽ ഹു എൽസ് ബിലോങ്സ് ടു ദി ഗ്രൂപ്പ് ഓഫ് സ്പിനാച്ച്
ഹിബിസ്കസ് ആൻഡ് മാംഗോ ട്രീ. അതായത് ഈ ചീരയുടെയും സ്പിനാച്ചിൻ്റെയും ചെമ്പരത്തിയുടെയും മാവിൻ്റെയും ഒക്കെ ഈ കൂട്ടത്തിൽപ്പെട്ടവർ ആരെല്ലാമായിരിക്കും? ഈ ടേബിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, പട്ടിക പൂർത്തിയാക്കണം. ഹെർബ്സ്, ഔഷധികൾ ഏതൊക്കെയാണ്? സ്പിനാച്ച് മാത്രമേ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഫില്ല് ചെയ്യണം. ബാക്കി എന്തൊക്കെ ഫില്ല് ചെയ്യാം? തുമ്പ, മുക്കുറ്റി, തൊട്ടാവാടി, ബേസിൽ എന്ന് പറഞ്ഞാൽ തുളസി. അപ്പോൾ ഇത്രയും എഴുതി വയ്ക്കാം ഹെർബ്സ്, ഔഷധങ്ങളുടെ കൂട്ടത്തിൽ. അടുത്തത് ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികൾ. ഹിബിസ്കസ് കൊടുത്തിട്ടുണ്ട്, ചെമ്പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി എന്തൊക്കെ എഴുതാം? റോസ്, കോഫി, ടീ, ജാസ്മിൻ. റോസ്, കോഫി, ടീ, ജാസ്മിൻ. പിന്നെയോ ട്രീ, മരങ്ങൾ. ഒത്തിരി മരങ്ങളുണ്ട് അല്ലേ? ഒരു 3 എണ്ണം നമുക്ക് എഴുതി വയ്ക്കാം. ഏതൊക്കെയാണ്? മാംഗോ ട്രീ കൊടുത്തിട്ടുണ്ട്. പിന്നെയോ ജാക്ക് ഫ്രൂട്ട് ട്രീ, ബനിയൻ ട്രീ, ടാമറിൻഡ് ട്രീ. ടാമറിൻഡ് ട്രീ എന്ന് വെച്ചാൽ എന്താണ്? പുളിമരം, പുളി ഉണ്ടാകുന്ന മരം. അപ്പോൾ ബനിയൻ ട്രീ ആൽമരം. ജാക്ക് ഫ്രൂട്ട് ട്രീ എന്താണ്? പ്ലാവ്. ഇത്രയും നമുക്ക് എഴുതി വെക്കാം. നെക്സ്റ്റ് എന്താണ്? ഡ്രോ ആൻഡ് കണക്ട്, അതായത് ചേർത്ത് വരയ്ക്കുക. ഷ്രബ്, ഹെർബ്, ട്രീ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഷ്രബിൽ വരുന്നത്? ഷ്രബ് എന്നാൽ കുറ്റിച്ചെടികൾ. ഏതൊക്കെയാണ് കുറ്റിച്ചെടികൾ വരുന്നത്? ഷ്രബിൽ വരുന്നത് റോസ്, പിന്നെയോ ഹിബിസ്കസ്. ഹെർബിൽ വരുന്നത് സ്പിനാച്ച്. പിന്നെ എന്താണ്? അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് വരയ്ക്കണം. ഷ്രബ്, ഹെർബ്, ട്രീ. ഇത് എളുപ്പമാണ്. പിന്നെ എന്താണ് അടുത്തത്? നോക്കാം. വൈൻ പ്ലാന്റ്സ്. എന്താണ് വൈൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വള്ളിച്ചെടികൾ. നിങ്ങൾ കണ്ടിട്ടില്ലേ? വള്ളിച്ചെടികൾ വള്ളി പോലെ ഇങ്ങനെ പടർന്ന് നിലത്തുകൂടി പടർന്ന് വളരുന്ന ചെടികളാണ് വള്ളിച്ചെടികൾ. നിലത്തുകൂടി മാത്രമല്ല, താങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് മരങ്ങളിലും ഇവ വളരും. അപ്പോൾ എന്തെല്ലാമാണ് ഇവർ പറയുന്നത്? ഈ പംകിൻ എന്താണ് പറയുന്നത്? ഫ്രണ്ട്സ്, വി ആർ വൈൻ പ്ലാന്റ്സ്, വി ടു ആർ ഹിയർ. കൂട്ടുകാരെ, ഞങ്ങൾ വള്ളിച്ചെടികൾ, ഞങ്ങൾ ഇവിടെ ഉണ്ടേ. അവർ പറയുകയാണ്, വലിയ സസ്യങ്ങളും ചെറിയ സസ്യങ്ങളും മാത്രമല്ല, ഞങ്ങൾ നിലത്ത് കൂടി വളരുന്നവരും ഇവിടെ ഉണ്ട്. പിന്നെന്താണ്? വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? ലെറ്റ് us റൈറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് സസ്യങ്ങളുടെ പ്രത്യേകതകൾ? അത് നമുക്ക് എഴുതി നോക്കാം. സ്പ്രെഡ്സ് ലൈക്ക് എ ക്രീപ്പർ എന്ന് വെച്ചാൽ എന്താണ്? വള്ളികളായി പടരുന്നു. പിന്നെയോ കനോട്ട് സ്റ്റാൻഡ് അപ്പ് അലോൺ, നിവർന്നു നിൽക്കാൻ കഴിയില്ല. അടുത്ത 2 പോയിന്റ് നമുക്ക് പൂരിപ്പിക്കണം. എന്താ പൂരിപ്പിക്കേണ്ടത്? നീളമുള്ളതും മെലിഞ്ഞതുമായ തണ്ടുകളാണ് ഇവയ്ക്കുള്ളത്. അപ്പോൾ ലോങ് ആൻഡ് തിൻ സ്റ്റെംസ്. പിന്നെയോ അടുത്തത് എന്ത് എഴുതാം? ആഴത്തിൽ വേരോട്ടമില്ല. നോ ഡീപ്പ് റൂട്ട്സ്. നെക്സ്റ്റ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്, ഫൈൻഡ് ആൻഡ് നോട്ട് ഡൗൺ മോർ എക്സാമ്പിൾസ് ഫോർ വൈൻ പ്ലാന്റ്സ്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടൊക്കെ ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ചിട്ട് ഈ വൈൻ പ്ലാന്റ്സിന്, വള്ളിച്ചെടികൾക്ക് കൂടുതൽ എക്സാമ്പിൾസ് എഴുതണം, ഉദാഹരണങ്ങൾ എഴുതണം. മത്തൻ, പാവൽ, മുന്തിരി, പടവലം, അങ്ങനെ ഒരുപാടുണ്ട് എക്സാമ്പിൾസ്. ഇതെല്ലാം നിങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതി വയ്ക്കണം. പിന്നെയോ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് വായിക്കാം. വൈൻ പ്ലാന്റ്സ് ആർ ഓഫ് 2 types. Those that spread and grow along the ground, and those that grow upwards by holding on to or by spreading along a support. എന്ന് വെച്ചാൽ എന്താണ്? വള്ളിച്ചെടികൾ 2 തരമുണ്ട്. നിലത്തു പടർന്നു വളരുന്നവയും താങ്ങിൽ പറ്റിപ്പിടിച്ചോ പടർന്നോ മുകളിലേക്ക് വളരുന്നവയും. പിന്നെയോ നെക്സ്റ്റ്, പ്ലാന്റ്സ് ഇൻ വാട്ടർ. മണ്ണിൽ മാത്രമല്ല, ജലത്തിലും ചെടികളുണ്ട്. ഏതൊക്കെയാണത്? വായിക്കാം. പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ ആർ വാട്ടർ പ്ലാന്റ്സ്. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? ലെറ്റ് us റൈറ്റ്.
ഫൈൻഡ് ഔട്ട് മോർ വാട്ടർ പ്ലാന്റ്സ് ആൻഡ് നോട്ട് ദം ഡൗൺ. അപ്പോൾ ജലത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ജലസസ്യങ്ങൾ, വാട്ടർ പ്ലാന്റ്സ്. പിന്നെയോ ഈ സസ്യങ്ങളുടെ ഫീച്ചേഴ്സ് എഴുതണം. പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാവുന്ന വെള്ളത്തിൽ വളരുന്ന വാട്ടർ പ്ലാന്റ്സിൻ്റെ എല്ലാം പേര് എഴുതുക. എന്തൊക്കെയാണ് പേര്? ലോട്ടസ് അല്ലേ, താമര. പിന്നെയോ ആഫ്രിക്കൻ മോസ് എന്ന് വെച്ചാൽ ആഫ്രിക്കൻ പായൽ. പിന്നെയോ വാട്ടർ ബനാന, അതായത് നീർവാഴ. പിന്നെ അസോള. ഇതൊക്കെ വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളാണ്. പിന്നെ എന്തൊക്കെയാണ് ഇവയുടെ പ്രത്യേകതകൾ? ഇവയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് ഫ്ലോട്ട് ഓൺ ദി സർഫേസ്. ഇതൊക്കെ നമ്മൾ തനിയെ എഴുതി വെക്കണം. ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് ഫ്ലോട്ട് ഓൺ ദി സർഫേസ്, അതായത് ഇലകളും പൂക്കളും ഒക്കെ ഈ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കും. താമരയുടെ ആണെങ്കിലും ആമ്പലിൻ്റെ ആണെങ്കിലും ഇലകളും ഫ്ലവേഴ്സും എല്ലാം ഫ്ലോട്ട് ഓൺ ദി സർഫേസ്, ജലത്തിൻ്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കും. പിന്നെ എന്താണ്? ദി ലീവ്സ് ഹാവ് എ വാക്സി കോട്ടിംഗ് സോ വാട്ടർ ഡസ് നോട്ട് സ്റ്റിക്ക് ടു ദി ലീവ്സ്. ഇതെല്ലാം നമ്മൾ തന്നെ എഴുതണം. ദി ലീവ്സ് ഹാവ് എ വാക്സി കോട്ടിംഗ് സോ വാട്ടർ ഡസ് നോട്ട് സ്റ്റിക്ക് ടു ദി ലീവ്സ്. അതായത് ഈ വെള്ളത്തിൽ, അതായത് ഈ വെള്ളത്തിൽ വളരുന്ന സസ്യമായ താമരയ്ക്ക് ആമ്പലിൻ്റെ ഒക്കെ ഇലകളിൽ ഒരു മെഴുക് പോലെ ഒരു കോട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ ഇലകളിലൊന്നും വെള്ളം കിടക്കില്ല. ഇതെല്ലാം വെള്ളം എല്ലാം ഒഴുകി പോകും. നെക്സ്റ്റ് എന്താണ്? ഇനി നെക്സ്റ്റ് പേജ് നോക്കാം. ലൈഫ് ഇൻസൈഡ് ദി സീഡ്, അതായത് വിത്തിനുള്ളിലെ ജീവൻ. വൗ, ലൈറ്റ് അറൗണ്ട് ഐ ആം എബവ് ദി സോയിൽ. ഒരു വിത്ത് മുളച്ച് വന്നിട്ട് പറയുകയാണ്, ഹായ് വെളിച്ചം, ഞാൻ മണ്ണിന് മുകളിലെത്തി. ഹാവ് യു സീൻ സീഡ്സ് ജെർമിനേറ്റിംഗ്? ലെറ്റ് us germinate a seed. വിത്ത് മുളച്ച് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് ഒരു വിത്ത് മുളപ്പിക്കാം. ഒരു പരീക്ഷണം ചെയ്ത് നോക്കാം. Fill a transparent glass with sand. Plant 3 or 4 pea seeds slightly under the sand close to the glass. Wet the sand, keep it for a few days. Observe the seed germinating. What changes can you see? Which part of the seed will germinate first? How many days will it take for the first leaf to sprout? Observe, discuss your findings with friends and write them down in your environmental science diary. Draw pictures too. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പരീക്ഷണത്തിനായിട്ട്? ഒരു സുതാര്യമായ ഒരു ഗ്ലാസ്സിൽ മണൽ നിറയ്ക്കുക. സുതാര്യമായെന്ന് പറഞ്ഞാൽ കാണാൻ കഴിയുന്ന ഒരു ഗ്ലാസ്സിൽ മണൽ നിറയ്ക്കുക. 3-4 പയർ വിത്തുകൾ മണലിൽ അല്പം താഴ്ത്തി ഗ്ലാസിനോട് ചേർന്ന ഭാഗത്ത് വയ്ക്കുക. പിന്നെന്ത് ചെയ്യണം? മണൽ നനയ്ക്കണം. എന്നിട്ട് വിത്ത് മുളച്ച് വരുന്നത് നിരീക്ഷിക്കുക. എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? അതെല്ലാം നിങ്ങൾ ഈ പരീക്ഷണം ചെയ്തിട്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതി വെക്കണം. വിത്തിൽ നിന്ന് ആദ്യം മുളച്ചു വരുന്നത് ഏത് ഭാഗമായിരിക്കും വിത്തിൽ നിന്ന് ആദ്യം മുളച്ചു വരുന്നത്? അത് നിങ്ങൾ പരീക്ഷിച്ച് എഴുതേണ്ടതാണ്. എന്നാലും പറയാം. റൂട്ട്, വേരുകളാണ് ആദ്യം മുളച്ച് വരുന്നത്. പിന്നീടുള്ള ചോദ്യം എന്താണ്? ആദ്യത്തെ ഇല വരാൻ എത്ര ദിവസം എടുക്കും? ഹൗ മെനി ഡേയ്സ് വിൽ ഇറ്റ് ടേക്ക് ഫോർ ദി ഫസ്റ്റ് ലീഫ് ടു സ്പ്രൗട്ട്? അത് നമ്മൾ വിത്ത് നട്ടതിന് ശേഷം മുളച്ച് വരുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ദിവസം എടുക്കുമെന്നുള്ളത്. പിന്നെ എന്താണ്? അപ്പോൾ നിങ്ങളിതെല്ലാം സയൻസ് ഡയറിയിൽ എഴുതി വയ്ക്കുക. നെക്സ്റ്റ്, മൈ പ്ലാന്റ്, ഞാനും എൻ്റെ ചെടിയും. Germinate a seed in your home. You should plant the seed where there is light. When the seed germinates and the plant grows, give it the manure needed. You will observe more leaves sprouting in the plant, the stem growing, flowers and fruits appearing. Prepare an activity report like the sample given along with the pictures. അതായത് നിങ്ങളുടെ പരിസരത്ത് നിങ്ങളൊരു വിത്ത് മുളപ്പിച്ച് വളർത്തി നോക്കുക.
പിന്നെയോ വെളിച്ചമുള്ളിടത്ത് വേണം ഈ വിത്ത് നടാനായിട്ട്. ഈ വിത്ത് മുളച്ച് ചെടി വളരുമ്പോൾ ആവശ്യത്തിന് വളം നൽകണം. പിന്നെയോ സസ്യത്തിൽ കൂടുതൽ ഇലകൾ വരുന്നതും തണ്ട് വളരുന്നതും പൂക്കൾ വിരിയുന്നതും കായകൾ ഉണ്ടാകുന്നതുമൊക്കെ നിരീക്ഷിക്കണം. പിന്നെ എന്ത് ചെയ്യണം? ഈ തന്നിട്ടുള്ള മാതൃകയിൽ നിങ്ങളൊരു റിപ്പോർട്ട് തയ്യാറാക്കണം. മൈ പ്ലാന്റ് ആക്ടിവിറ്റി റിപ്പോർട്ട് എന്നും പറഞ്ഞ് താഴെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ പ്ലാന്റ് പോലെ നിങ്ങളൊരു റിപ്പോർട്ട് തയ്യാറാക്കണം. എന്നിട്ട് നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? ഒരു ചിത്രം കൂടി വരയ്ക്കണം. നമുക്ക് പേജ് നമ്പർ 14 പ്ലാന്റ്സ് നോട്ട് ഓൺലി ഫ്രം സീഡ്സ്, അതായത് വിത്തിൽ നിന്നല്ലാതെയും ചെടികൾ ഉണ്ടാകും അല്ലേ? അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, വായിക്കാം. 2 കുട്ടികൾ നടുകയാണ്, ചെടിയും സസ്യങ്ങളൊക്കെ ഇങ്ങനെ നടുകയാണ്. See the saplings, they are formed from the root of the curry leaf plant. But the saplings of the miracle leaf plant are formed from their leaves. 2 കുട്ടികൾ എന്താ പറയുന്നേ? ആൺകുട്ടി പറയുകയാണ് ഈ കറിവേപ്പിൻ്റെ വേരിൽ നിന്നുണ്ടായ തൈകളാണ് ഇതെല്ലാം. അപ്പം പെൺകുട്ടി എന്താ പറയുന്നേ? ഇലമുളച്ചിയുടെ തൈകൾ ഇലയിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു വേരിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന്. ആൺകുട്ടി പറഞ്ഞു, പെൺകുട്ടി പറയുന്നു ഇലമുളച്ചിയുടെ തൈയൊക്കെ ഇലയിൽ നിന്നല്ലേ ഉണ്ടാകുന്നതെന്ന്. നെക്സ്റ്റ്, സൈറ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഡിസൈഡഡ് ടു പ്ലാന്റ് ചെത്തി, ഹിബിസ്കസ്, നിശാഗന്ധി, റോസ്, പംകിൻ, മാംഗോ ട്രീ, ജാസ്മിൻ ആൻഡ് കടപ്ലാവ് for expanding the school biodiversity garden. Classify these plants according to which part of them is planted. Find out more plants in these categories. എന്താണ്? നിങ്ങളുടെ സ്കൂൾ ഡൈവേഴ്സിറ്റി ഗാർഡനിൽ, അതായത് ജൈവ വൈവിധ്യ ഉദ്യാനം നിങ്ങൾക്ക് വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ഈ സൈറയും കൂട്ടുകാരൊക്കെ ചേർന്നിട്ട് ചെത്തി, ചെമ്പരത്തി, നിശാഗന്ധി, റോസ്, മത്തൻ, മാവ്, മുല്ല, കടപ്ലാവ് ഇങ്ങനെ കുറേ ചെടികൾ നടാൻ തീരുമാനിച്ചു. നടുന്ന ഭാഗമനുസരിച്ച് ഇവയെ നിങ്ങൾ തരംതിരിച്ച് എഴുതണം, ക്ലാസിഫൈ ചെയ്ത് എഴുതണം. ഓരോ ഇനത്തിലും പെട്ട കൂടുതൽ ചെടികളും നിങ്ങൾക്ക് വേറെ കണ്ടെത്തി എഴുതാം. സീഡ് ഏതൊക്കെയാണ്? ഇവർ നടുന്ന വിത്തുകളിൽ ഏതൊക്കെയാണ് സീഡ് വരുന്നത്, വിത്തുകൾ വരുന്നത്? പംകിൻ, മാംഗോ അല്ലേ? പംകിൻ, മാംഗോ ഇവയുടെ സീഡാണ് നടുന്നത്. റൂട്ട് കടപ്ലാവ് റൂട്ടാണ് നടുന്നത്. സ്റ്റെമ്മോ ചെത്തി, ഹിബിസ്കസ്, റോസ്, ജാസ്മിൻ. ലീഫ് നിശാഗന്ധി മാത്രമേ ലീഫായിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ സീഡ് ഏതൊക്കെ വരും ക്ലാസിഫൈ ചെയ്യുമ്പോൾ? സീഡ് പംകിൻ ആൻഡ് മാംഗോ, റൂട്ട് കടപ്ലാവ്, സ്റ്റെം ചെത്തി, ഹിബിസ്കസ്, റോസ്, ജാസ്മിൻ, ലീഫ് നിശാഗന്ധി. കൂടുതൽ ചെടികളെല്ലാം നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് കണ്ടെത്തി എഴുതുക. നെക്സ്റ്റ്, പ്ലാന്റ് പാർട്സ് ആൻഡ് ദയർ ഫങ്ഷൻസ്, അതായത് ഈ സസ്യത്തിൻ്റെ ഭാഗങ്ങളും പാർട്സും അവയുടെ ഫങ്ഷൻസും അവയുടെ ധർമ്മവും എന്തൊക്കെയാണ്? വൈ ഡസ് എ പ്ലാന്റ് ഹാവ് ഡിഫറെൻറ്റ് പാർട്സ്? ആർ ഓൾ ദി പാർട്സ് ഇമ്പോർട്ടൻറ്റ്? അപ്പോൾ എന്തിനാണ് ഈ സസ്യത്തിനൊക്കെ ഇങ്ങനെ വിവിധമായ ഭാഗങ്ങൾ, പാർട്സ് ഉള്ളത്? ഇതെല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ഉള്ളതല്ലേ, പ്രാധാന്യം ഉള്ളതല്ലേ? ഒരു പരീക്ഷണം ചെയ്ത് നോക്കാം. Place 3 test tubes in a stand. Fill the first test tube with water. Fill the second test tube with red color water in the same amount. Keep the third test tube without water. Keep 3 clear weed plants of the same size and undamaged roots in sunlight for 10 minutes. And then keep them in separate test tubes. Keep the test tubes in a place where they can get sunlight. Observe the changes happening to the plants and the water in the test tubes. What changes can you see? What happened to the plant in the test tube without water? What is the reason? 3 ടെസ്റ്റ് ട്യൂബുകൾ എടുത്ത് സ്റ്റാൻഡിൽ വയ്ക്കുക. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം നിറയ്ക്കുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ചുവപ്പുമഷി ചേർത്ത വെള്ളം അതേ അളവിൽ നിറയ്ക്കുക. വെള്ളത്തിൻ്റെ അളവ് രേഖപ്പെടുത്തുക. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് ജലമില്ലാതെ വയ്ക്കുക.
വേര് പൊട്ടിപ്പോകാത്തതും ഒരേ വലിപ്പത്തിലുള്ളതുമായ 3 മഷിത്തണ്ട് ചെടികൾ എടുത്ത് 10 മിനിറ്റ് വെയിലത്ത് വച്ചതിന് ശേഷം ടെസ്റ്റ് ട്യൂബുകളിലേക്ക് ഇറക്കി വയ്ക്കുക. ടെസ്റ്റ് ട്യൂബുകൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക. ചെടികൾക്കും ടെസ്റ്റ് ട്യൂബിലെ വെള്ളത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. എന്ത് മാറ്റമാണ് കാണാൻ കഴിഞ്ഞത്? വെള്ളമില്ലാത്ത ടെസ്റ്റ് ട്യൂബിലെ ചെടിക്ക് എന്ത് സംഭവിച്ചു? കാരണം എന്തായിരിക്കും? നെക്സ്റ്റ്, how did the color of the plant stem in the second test tube change? What is the role of the root in this change? Write your findings as an experiment role in your environmental science theory. Don't forget to draw the pictures. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? ഒന്നാമത്തെ ഗ്ലാസ് എടുത്തിട്ട് കുറച്ച് വെള്ളം വയ്ക്കുക. പിന്നെ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഗ്ലാസ്സിൽ കുറച്ച് ചുവമഷി ചേർത്ത വെള്ളം വയ്ക്കണം. മൂന്നാമത്തേതിൽ ജലമില്ലാതെ വെക്കണം. എന്നിട്ട് അതിൽ നമ്മൾ ഒന്നാമത്തേൽ ഒരേപോലെ വലിപ്പമുള്ള മഷിത്തണ്ട് ചെടി വെക്കുക. അതായത് വേര് പൊട്ടിപ്പോകാത്തതും ഒരേ വലിപ്പത്തിലുള്ളതുമായ. എന്നിട്ട് ഇതെല്ലാം ടെസ്റ്റ് ട്യൂബിലേക്ക് ഇറക്കി വെക്കണം. ഇത് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെക്കണം. എന്നിട്ട് നിങ്ങളിതെല്ലാം ഒബ്സർവ് ചെയ്യണം. ഇതിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അറിയാമോ? നിരീക്ഷിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒന്നാമത്തെ ക്ലാസ്സിലെ വെയിലേറ്റ് വാടിയിരുന്ന മഷിത്തണ്ട് ചെടി വീണ്ടും പഴയ അവസ്ഥയിൽ കാണാൻ കഴിഞ്ഞു. വാടിയിരുന്ന ചെടി വീണ്ടും പഴയ അവസ്ഥയിൽ കാണാൻ കഴിഞ്ഞു. വേര് വെള്ളമൊക്കെ വലിച്ചെടുത്ത് ഈ ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിച്ചത് കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെയോ ഗ്ലാസ്സിൽ വെള്ളത്തിൻ്റെ അളവും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ഗ്ലാസ്സിൽ നമ്മൾ എന്താ ഒഴിച്ചത്? ചുവന്ന നിറമുള്ള മഷിയാണ് ഒഴിച്ചത് അല്ലേ? അപ്പോൾ രണ്ടാമത്തെ തണ്ടാണെങ്കിൽ ചുവന്ന നിറത്തിൽ കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമത്തേതാണെങ്കിലോ ജലമില്ലാതിരുന്നുകൊണ്ട് ആ മഷിത്തണ്ട് ചെടി വാടിപ്പോയി. അത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും ഇതിൽ നിന്ന്? ഈ ചെടിക്ക് ആവശ്യമായ ജലമൊക്കെ വലിച്ചെടുക്കുന്നത് വേരാണ്, റൂട്ടാണെന്ന് അല്ലേ? ഈ ചെടിയുടെ വളർച്ചയ്ക്കോ സൂര്യപ്രകാശവും ആവശ്യമാണ് എന്ന് നമുക്ക് ഈ പരീക്ഷണത്തിലൂടെ കാണാൻ കഴിഞ്ഞു. ദി ഫസ്റ്റ് ക്ലാസ്, ദി ക്ലീൻ വീഡ് പ്ലാന്റ്, അതായത് മഷിത്തണ്ട് ചെടി, ഹാഡ് വിതേഡ് ഇൻ ദി സൺ, കുഡ് ബി സീൻ ഇൻ ഇറ്റ്സ് ഓൾഡ് കണ്ടീഷൻ അഗൈൻ. The second class, all the stems of the clear weed plants could be seen in red color. The third class, the clear weed plants with red because it did not get water. ഇനി ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് വായിക്കാം. Plants prepare the food that they need in their leaves. This is used for their growth. The remaining food is stored in different parts of the plant. Other organisms use it as their food. ചെടികളൊക്കെ അവയ്ക്ക് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഇലകളിലാണ്. അവയുടെ വളർച്ചയ്ക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. ബാക്കി വരുന്ന ആഹാരം ചെടി അതിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കരുതി വയ്ക്കുന്നു. അത് മറ്റു ജീവജാലങ്ങൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നു. മനസ്സിലായോ? ചെടികളൊക്കെ അവയ്ക്ക് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണ്. ഇതെന്തിനാണ്? ആ ചെടിക്ക് വളരാനും പിന്നെ ബാക്കി വരുന്ന ആഹാരമൊക്കെയോ മറ്റ് ഭാഗങ്ങളിൽ കരുതി വയ്ക്കുന്നുണ്ട്. അതൊക്കെ മറ്റ് ജീവജാലങ്ങൾ, മറ്റ് ഓർഗാനിസം എല്ലാം ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുമുണ്ട്. അടുത്ത എന്താണ്? ഇനി മാച്ച് ദി ഫോളോയിങ് ആണ്. സ്റ്റെം, ലീഫ്, റൂട്ട്. എന്തൊക്കെയാണ്? സ്റ്റെം എന്തൊക്കെ ചെയ്യുന്നു? സ്റ്റെം ചെയ്യുന്നത് എന്താണ്? carries water and nutrients absorbed by the root to the leaves. അതായത് വേര് ഈ ജലവും പോഷകങ്ങളും ഒക്കെ മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത് ഇലകളിൽ എത്തിക്കുന്നു. പിന്നെ ലീഫ് എന്താണ് ചെയ്യുന്നത്? ലീഫ് ചെയ്യുന്നത് prepares the food needed by the plants. അതായത് സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നു. പിന്നെ റൂട്ട് എന്താണ് ചെയ്യുന്നത്? fixes the plant in the soil. സ്റ്റെം എന്തൊക്കെ ചെയ്യുന്നു? carries water and nutrients absorbed by the root to the leaves. പിന്നെ ലീഫോ prepares the food needed by the plants. റൂട്ട് എന്ത് ചെയ്യുന്നു? fixes the plant in the soil. Next, varieties of leaves.
Varieties of leaves. Observe the plants in the school biodiversity garden and complete the table by listing the features of their leaves. Name of the plant. അതായത് നിങ്ങളുടെ സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി ഗാർഡനൊക്കെ നിരീക്ഷിച്ച് അവയുടെ ഇലകളുടെ എല്ലാം സവിശേഷതകൾ ഉൾപ്പെടുത്തി നിങ്ങളൊരു പട്ടിക തയ്യാറാക്കണം. ഈ പട്ടിക പൂർത്തിയാക്കണം. സസ്യം, അതായത് നെയിം ഓഫ് ദി പ്ലാന്റ്. തുമ്പ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ബാക്കി കുറച്ച് എഴുതി ചേർക്കുക. മാംഗോ, ബേസിൽ, ജാക്ക് ഫ്രൂട്ട് ട്രീ ആണ് കുറച്ച് എഴുതി ചേർക്കുക. പിന്നെ ഷേപ്പ് ഓഫ് ദി ലീഫ്, ലീഫിൻ്റെ അതായത് ഇലയുടെ ആകൃതി എങ്ങനെയാണ്. തുമ്പയുടെ എങ്ങനെയാണ്, ലോങ് ആൻഡ് ടപ്പറിങ്, അതായത് നീണ്ട് കൂർത്തത്. മാംഗോയും അത് തന്നെയാണ്, ലോങ് ആൻഡ് ടപ്പറിങ്. പിന്നെയോ ബേസിൽ, തുളസി ഷോർട്ടാണ് അല്ലേ, ഷോർട്ട് ആൻഡ് ഇല്ലിപ്റ്റിക്കൽ, അതായത് അതൊരു ദീർഘ വൃത്താകൃതിയിലുള്ളതാണ്. പിന്നെ ജാക്ക് ഫ്രൂട്ട് ട്രീയോ ഇല്ലിപ്റ്റിക്കലാണ്, അത് ഇതേപോലെ തന്നെ ഒരു വൃത്താകൃതി ഉള്ളതാണ്. പിന്നെ അടുത്തത് ഡു ലീവ് സ്മെൽ, അതായത് അതിൻ്റെ മണം. അതിൻ്റെ ഈ നമ്മൾ ടേബിളിൽ എഴുതിയ ചെടികളുടെ എല്ലാം സ്മെൽ എങ്ങനെയാണെന്ന് നോക്കണം. തുമ്പയ്ക്ക് സ്മെല്ലുണ്ടോ? യെസ്, സ്മെല്ലുണ്ട് അല്ലേ. മാംഗോ, യെസ്, സ്മെല്ലുണ്ട്. ബേസിൽ, യെസ്. ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ഇലയ്ക്കോ? നോ സ്പെസിഫിക് സ്മെൽ, അതിന് പ്രത്യേക മണമൊന്നും ഇല്ല. നോ സ്പെസിഫിക് സ്മെൽ. അടുത്തതായിട്ട് കളർ ഓഫ് ദി ലീവ്സ്. കളർ ഓഫ് ദി ലീവ്സ് അതിലെന്താ കൊടുത്തിരിക്കുന്നത്? ഗ്രീൻ. ഇപ്പോൾ നമ്മൾ പട്ടികയിൽ എഴുതിയ എല്ലാ സസ്യങ്ങളുടെയും ഇലകൾക്ക് ഗ്രീൻ നിറമാണ്. നെക്സ്റ്റ്, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ഡിഫറൻസ് ആണ് കണ്ടെത്തിയതെന്ന് എഴുതി നോക്കണം. ദർ ഈസ് വെറൈറ്റി ഇൻ കളേഴ്സ്, നിറങ്ങളിൽ വൈവിധ്യമുണ്ട്. പിന്നെയോ ദർ ഈസ് വെറൈറ്റി ഇൻ സ്മെൽ, മണങ്ങളിൽ വ്യത്യാസമുണ്ട്. ദർ ഈസ് വെറൈറ്റി ഇൻ ഷേപ്പ്, ഷേപ്പിൽ സൈസിലെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇലകൾ പേപ്പറിന് അടിയിൽ വെച്ച് ഈ ക്രയോൺസ് ഒക്കെ ഉപയോഗിച്ച് പകർത്തി ഇലയുടെ രേഖാചിത്രങ്ങൾ വരയ്ക്കണം. അതായത് പ്ലേസ് ദി ലീവ്സ് അണ്ടർനീത്ത് ദി പേപ്പർ ആൻഡ് ഡ്രോ ഓവർ ഇറ്റ് വിത്ത് ക്രയോൺ. ഒബ്സർവ് ദി പാറ്റേൺസ്, എന്നിട്ട് ഈ പാറ്റേണുകളെല്ലാം നിങ്ങൾ നിരീക്ഷിക്കണം. ഇനി ലീഫ് ഫിംഗേഴ്സ്. എന്താണ് ലീഫ് ഫിംഗേഴ്സ്? See the fingers of creatures made using different kinds of leaves. Can you make similar fingers? അതായത് വിവിധതരം ഇലകൾ കൊണ്ടുണ്ടാക്കിയ ജീവികളുടെ രൂപങ്ങൾ നോക്കൂ, ഇതുപോലെ നമുക്ക് നിർമ്മിക്കാം. പിന്നെയോ വെറൈറ്റി ഇൻ ഫ്ലവേഴ്സ്, പൂക്കളിലെ വൈവിധ്യം. Why does this plant say not to pluck its flowers? What are the benefits of flowers? Who are benefited? List out. അതായത് പൂ പറിക്കരുത് എന്ന് ചെടി പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ തുമ്പച്ചെടി പറയുന്നില്ലേ പ്ലീസ് ഡോണ്ട് പ്ലക്ക് മൈ ഫ്ലവേഴ്സ് എന്ന്? എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? അതായത് പൂക്കൾ കൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ താഴെ എഴുതി വെക്കണം. ബീസ് ഗെറ്റ് ഹണി, അതായത് തേനീച്ചയ്ക്ക് തേൻ ലഭിക്കുന്നു അല്ലേ, പൂക്കളിൽ നിന്ന് തേൻ ലഭിക്കുന്നു. പിന്നെ എന്താ എഴുതാം? വി യൂസ് സം ഫ്ലവേഴ്സ് ആസ് മെഡിസിൻ. ചില ഫ്ലവേഴ്സൊക്കെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നു? മെഡിസിൻ, ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ഈ പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലേ. ഫ്ലവേഴ്സ് മേക്ക് ആസ് ഹാപ്പി, ഫ്ലവേഴ്സ് മേക്ക് ആസ് ഹാപ്പി, അതായത് പൂക്കളൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്നു. ഇനി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ്, കുറച്ച് പൂക്കൾ കൊടുത്തിട്ടുണ്ട്. റോസ് കാണിക്കുന്ന, ജാസ്മിൻ, പിന്നെ എന്താണ് 10 മണിപ്പൂവ്, ഡാലിയ, ചെണ്ടുമല്ലി, ആണ് കുറച്ച് പൂക്കൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ എന്താണ്? നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് 2, പൂക്കാത്ത സസ്യങ്ങളും. ഹാവ് യു സീൻ ദി പ്ലാന്റ്സ് ഗിവൺ ഇൻ ദി പിക്ചേഴ്സ്? ഡു ദേ ബ്ലൂം? ഡു ഓൾ ദി പ്ലാന്റ്സ് ബ്ലൂം? സെർച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട്. ഇത് നിങ്ങൾ കണ്ടുപിടിക്കുക. അതായത് ചിത്രത്തിലുള്ള സസ്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പൂക്കുന്നതാണോ പൂക്കാത്തതാണോ എന്ന് കണ്ടുപിടിക്കുക. ഇത് ഈ ചെടികൾ ഏതൊക്കെ ചെടികളാണ്? ആദ്യം കൊടുത്തിരിക്കുന്നത് പന്നൽ ചെടി, രണ്ടാമത് ക്രിസ്തുമസ് ട്രീ, മൂന്നാമത് മോസ്, നാലാമത് ഡേറ്റ് പാം, അതായത് ഈന്തപ്പന. മോസ് എന്ന് പറഞ്ഞാൽ പായലൊക്കെ, പിന്നെ പന്നൽ ചെടി, ഇതൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ചെടികളാണ്. ഡേറ്റ് പാം ഇല്ല, ക്രിസ്തുമസ് ട്രീയും അധികം ഉണ്ടാവില്ല. ഈ പന്നൽ ചെടി, മോസൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ചെടികളാണ്. അപ്പോൾ ഇത് പൂക്കുന്നതാണോ? ഇത് പൂക്കുന്നതല്ല അല്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അന്വേഷിച്ചറിയുക. ഇനി ബോക്സിൽ എന്താ കൊടുത്തിരിക്കുന്നത്?
The major parts of the plant are root, stem and leaf. Flowers develop at a stage of the plant's growth. Flowers then become fruits. All plants do not bloom. All flowers do not become fruits also. അതായത് സസ്യത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ വേര്, തണ്ട്, ഇല ഒക്കെയാണ്. ഈ സസ്യത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പൂ ഉണ്ടാകുന്നു. പൂവ് പിന്നീട് എന്തായി മാറും? കായായി മാറും. പിന്നീടോ അത് പഴമായിട്ട് മാറും അല്ലേ? പക്ഷെ എല്ലാ ചെടികളും പൂക്കുന്നില്ല, എല്ലാ പൂക്കളും കായായിട്ട് മാറുന്നുമില്ല. നെക്സ്റ്റ്, ഹാവ് യു സീൻ പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ പ്ലേസസ് വിത്തൗട്ട് സഫിഷ്യൻറ്റ് വാട്ടർ? വാട്ട് ആർ ദെയർ ഫീച്ചേഴ്സ്? അതായത് ജലം കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ വളരുന്ന ഈ സസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് ഇവയുടെ പ്രത്യേകതകൾ എന്നാണ്. അതൊക്കെ ജലം കുറവുള്ള സസ്യങ്ങൾ, അതായത് ജലം കുറവുള്ള സ്ഥലങ്ങളിൽ വളരുന്ന സസ്യങ്ങൾ, അതായത് കള്ളിമുൾച്ചെടി, ഇവയൊക്കെ ഈ വെള്ളം സംഭരിച്ച് ഇവയുടെ ഇലകളിലാണ് വെക്കുന്നത് പിന്നീട് ഉപയോഗിക്കുവാനായിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കണം. അടുത്തത് നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് എ റെയർ പ്ലാന്റ് ദാറ്റ് ബ്ലൂംസ് വൺസ് ഇൻ 12 years. Once the flower blooms, it will stay without withering for up to 3 months. They are blue in color. Nilgiri Hills gets its name from the flower. നീലക്കുറിഞ്ഞി എന്ന് വെച്ചാൽ 12 വർഷത്തിലൊരിക്കലാണ് ഈ നീലക്കുറിഞ്ഞി പൂക്കുന്നത്. ഇത് പൂ വിരിഞ്ഞു കഴിഞ്ഞാലോ 3 മാസം വരെ പാടാതെ നിൽക്കും. നീലഗിരി കുന്നുകൾക്ക് ആ പേര് വരാൻ കാരണം ഈ നീലക്കുറിഞ്ഞിയാണ്. മൂന്നാറിലാണ് നീലഗിരി കുന്ന്, അവിടെയാണ് ഈ നീലക്കുറിഞ്ഞികൾ ഉള്ളത്. നെക്സ്റ്റ് എന്താണ്? നമ്മുടെ പാഠഭാഗത്തിൻ്റെ അവസാന ഘട്ടമായി. വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്? സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? ദേ ഗീവ് ഷെയ്ഡ്. അവ ഷെയ്ഡ് നൽകുന്നു, തണൽ നൽകുന്നു. പിന്നെ എന്തൊക്കെ ഇതാ? ദേ ഗീവ് ഫുഡ്. അവ നമുക്ക് ആഹാരം തരുന്നു. പിന്നെയോ ദേ ഹെൽപ്സ് ടു ഗെറ്റ് ഫ്രഷ് എയർ. അവർ സഹായിക്കുന്നു. എന്തിന്? ശുദ്ധവായു തരുവാനായിട്ട് അവർ സഹായിക്കുന്നു. പിന്നെയോ മെനി ട്രീസ് ആർ യൂസ്ഡ് മെഡിസിനലി. അതായത് നമ്മൾ മിക്ക സസ്യങ്ങളും നമ്മൾ മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ട്രീസിനെ കൊണ്ടല്ല. അതെല്ലാം നിങ്ങൾ കണ്ട് പിടിച്ച് എഴുതുക. ഇപ്പോൾ നമുക്ക് 3 പുസ്തകത്തിൽ എഴുതിയാൽ മതി. പാഠഭാഗം തീർന്നു. ഇനി ലെറ്റ് us assess. എന്താണ് കൊടുത്തിരിക്കുന്നത്? Find out the names of the plants given below and write down the category in which they belong to. Identify more examples and note down their features. എന്തായിരുന്നു എഴുതേണ്ടത്? ഈ താഴെ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളുടെ പേരുകളൊക്കെ നിങ്ങൾ കണ്ടെത്തി അവ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് കണ്ടെത്തി നിങ്ങൾ എഴുതി വെക്കണം. ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് എന്ന്. എന്നിട്ട് അവയുടെ പ്രത്യേകതകളും കൂടി എഴുതി വെക്കണം. പിന്നെ നിങ്ങൾ താഴെ കളർ ദി ഫ്ലവേഴ്സ് അപ്രോപ്രിയറ്റ്ലി. കളേഴ്സ് ദി ഫ്ലവേഴ്സ് അപ്രോപ്രിയറ്റ്ലി എന്ന് വെച്ചാൽ എന്താണ്? പൂക്കൾക്ക് ഉചിതമായ നിറം നൽകുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തുമ്പയാണ്. അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഹെർബ്സ് ഔഷധങ്ങളിൽ. രണ്ടാമത്തേത് റോസ് ആണ്, അത് ഷ്രബ്സ് കുറ്റിച്ചെടികളിൽ. മൂന്നാമത്തേത് കോക്കനട്ട് ട്രീ, അത് ട്രീസിൽ മരങ്ങളിലാണ് സസ്യങ്ങളിലാണ് പെടുന്നത്. അപ്പോൾ തുമ്പ, ഹെർബ്സ്, റോസ്, ഷ്രബ്സ്, കോക്കനട്ട് ട്രീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ 1 color, പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്. അതായത് ഒരു നിറത്തിൽ മാത്രം പൂക്കളുള്ള ചെടികൾ എഴുതണം, പിന്നെ പല നിറങ്ങളിൽ പൂക്കളുള്ള ചെടികൾ എഴുതി വയ്ക്കുക. തുമ്പ, ജാസ്മിൻ അതൊക്കെ വൈറ്റ് കളറിലുള്ള പൂക്കളാണ്. പിന്നെ കണിക്കൊന്ന, മുക്കൂറ്റി ഇതൊക്കെ യെല്ലോ കളർ മഞ്ഞ കളറിലുള്ള പൂക്കളാണ്. കുറച്ചുകൂടി നിങ്ങളുടെ പരിസരത്തുള്ള പൂക്കളൊക്കെ നിരീക്ഷിച്ച് എഴുതി വയ്ക്കുക. പിന്നെ പല നിറങ്ങളിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ ഏതൊക്കെയാണ്? ഹിബിസ്കസ്, റോസ്, ഓർക്കിഡ്, ഡാലിയ ഇതൊക്കെ എഴുതി വയ്ക്കാം. പിന്നെയോ നിങ്ങൾക്കൊരു പ്രവർത്തനം തന്നിട്ടുണ്ട്, എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ പരിസരത്തുള്ള 5 സസ്യങ്ങളൊക്കെ കണ്ടെത്തി കുറച്ച് വിവരങ്ങളൊക്കെ ചേർത്ത് താഴെ പറയുന്ന വിവരങ്ങളൊക്കെ ചേർത്ത് ഹരിത കാർഡ് നിർമ്മിക്കണം. ഫൈൻഡ് ഔട്ട് എനി 5 plants in your surroundings and create their green card using the details given below. ഈ താഴെ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ ചേർത്ത് നിങ്ങളൊരു ഗ്രീൻ കാർഡ് നിർമ്മിക്കണം. അതിൽ നെയിം ഓഫ് ദി പ്ലാന്റ് വരണം, പിന്നെയോ കാറ്റഗറി വരണം, പിന്നെ പാർട്സ് യൂസ്ഡ് ഫോർ പ്ലാന്റിങ്, ഫീച്ചേഴ്സ് ഓഫ് ദി ലീഫ്, ഫീച്ചേഴ്സ് ഓഫ് ദി ഫ്ലവർ, ഫീച്ചേഴ്സ് ഓഫ് ദി
സ്റ്റെം, അതായത് സസ്യത്തിൻ്റെ പേര്, അത് ഏത് കാറ്റഗറിയിൽ പെടുന്നു, പിന്നെ അതിൻ്റെ ഇലയുടെ പ്രത്യേകതകൾ, പിന്നെ അത് നടാൻ ഉപയോഗിക്കുന്ന ഭാഗം, പിന്നെ പൂവിൻ്റെ പ്രത്യേകതകൾ, പിന്നെ തണ്ടിൻ്റെ പ്രത്യേകതകൾ, ഇതെല്ലാം നിങ്ങൾ എഴുതി വയ്ക്കണം. നമ്മുടെ 3ാം ക്ലാസ്സിലെ സയൻസ് 1ാം ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. അടുത്ത പാഠഭാഗത്ത് വീണ്ടും കാണാം.